ഹായ് അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ഉമ്മാൻ്റെ പോയ വിശേഷങ്ങളുടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ചോദിക്കണം ഈ വീഡിയോ ഫുൾ വീഡിയോ അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉമ്മാൻ്റെ അടുക്ക് പോയ വിശേഷങ്ങൾ കാണാം. ഇല്ല 2-3 ദിവസത്തെ വിശേഷം ഇല്ല, ഞാൻ ഒരേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ പോകുമ്പോഴേക്ക് രാത്രി എന്തോ ഒരു ഓർഡർ ഉണ്ടായിരുന്നു തോന്നുന്നു, അത് കഴിഞ്ഞിട്ട് പോയത്. അപ്പോൾ നമ്മൾ അന്തിഞ്ചാനെ തട്ടിയെടുക്കുക കുറേ ദിവസമായി പോവാതെ ഇവിടെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടായിട്ട് പോകാൻ നിന്നിട്ടില്ലേ. ഞാൻ അവിടെ നിർത്തിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അവിടെ നിർത്തിയിട്ട് നമുക്ക് തന്നെ അന്തിച്ച് തിരക്കിലുണ്ട്. അപ്പോൾ ഞാൻ അന്തിഞ്ചാരിയുന്നു കുറച്ചാൾ എന്നോട് വന്നിട്ട് ഒരു വീഡിയോ ഇടാൻ ചോദിച്ചിന്. എൻ്റെ മുത്തമ്മൻ്റെ മോനറിഞ്ഞാൽ പറയാറില്ല. അപ്പോൾ നമ്മൾ വണ്ടിയിൽ തന്നെ ഇറങ്ങി തിന്നാനൊന്നിപ്പോൾ അവർ ഇന്നില്ല. അപ്പോൾ വണ്ടിയിൽ തന്നെ കഴിച്ചിട്ടല്ല അതിന് ശേഷമില്ലേ. പിന്നെ നമ്മൾ നേരെ വരക്ക് പോയി. പിന്നെ രാത്രി വരക്കത്തിന് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. മാനിയും മേദിയമാരെല്ലാം കണ്ട സന്തോഷത്തിൽ പിന്നെ അവിടെ ബിസിയിലാക്കിയിട്ട് അതിന് ശേഷം പിന്നെ രാവിലെയാണ് എടുക്കുന്ന വീഡിയോ. അപ്പോൾ അനിയത്തിൻ്റെ പിള്ളമാരെല്ലാം മദ്രസ പോകാൻ തുടങ്ങുന്നുണ്ട്. നോക്കിയാൽ മൂടെന്തോ ഇല്ല ബേജാറിൽ രാവിലെ എണിച്ചിട്ട് പോകുന്നല്ലേ. ആ മദ്രസയിൽ ഉറക്കൽ എണിച്ചതിൻ്റെ ആ ഒരു ബേജാറുണ്ട് മുഖത്ത്. അപ്പോൾ താങ്കളെയും പെങ്ങന്മാരെല്ലാം പോകുന്ന ചങ്ങായിമാർ പുറത്ത് വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതല്ലേ മദ്രസ രാവിലെ പോകുന്നതല്ലൊരു ഭയങ്കര ഒരു പൊലിസിൻ്റെ സംഗതി തന്നെയല്ലേ. ഇത് പുള്ള മക്ക വലുതായ പുള്ള ഉമ്മാമാർക്കൊരു മിസ്സന്നെ. രാവിലെ എണിച്ചിട്ട് മദ്രസ പോകുമ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മൾ തിരക്ക് പിടിച്ചിട്ട് എണിക്കുമ്പോൾ ആ ചൂട് ചായ വെച്ചിട്ട് മക്ക കൊടുക്കുമ്പോഴല്ലോ ഇതൊരു വേറെ തന്നെ വൈബ് പറഞ്ഞാൽ അത് കുറച്ച് വലിയ മക്ക ഉള്ള ഉമ്മാമാർക്ക് അതൊരു മിസ് തന്നെ. ഇപ്പം എൻ്റെ ഏട്ടത്തിൻ്റെ തന്നെ പിള്ളമാരെ വലുതായി അവർക്ക് ഭയങ്കര ബേജാറഞ്ഞാൽ. ചെറിയ കുഞ്ഞിനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതിപ്പോൾ നല്ല വലുതായില്ലേ ഈ പിള്ളേർ ഓരോന്നിനും നമ്മളെ പിള്ളേരെല്ലാം നിൽക്കാൻ വിളിക്കുന്നത്. ആ ചെറിയ പിള്ളേരെ സ്കൂളിൽ കേൾക്കുന്ന തലവേദന അതെല്ലാവരും എന്തോ ഒരു നമുക്കല്ലേ നമ്മളെ മക്കളെല്ലാം ഇങ്ങനെ കുറച്ച് വലുതാകുമ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നു ആ പിള്ളേർ വലുതാകുന്നുണ്ട് നമുക്കെല്ലാം മിസ്സാകാൻ തുടങ്ങും. ഇപ്പോൾ കുറച്ച് വലുതാകുമ്പോൾ തന്നെ തലവേദന ഓരന്നെ ഡ്രസ്സ് ഇടും ഷൂടും അതെല്ലാം ഞമ്മ ഇട്ടിട്ട് കുളിപ്പിച്ചിട്ടാ ചെയ്യിപ്പിച്ചിട്ടാ നല്ല ചെയ്യല്ല മയും പൗഡറെല്ലാം ഇട്ടിട്ട് സ്കൂളിലേക്ക് വിടുമ്പോൾ ഒരു വേറെ തന്നെയല്ലേ. മാഷാ അല്ലാഹ് നമ്മളെല്ലാവരുടെ മക്കൾക്കും അല്ല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടല്ലേ. മക്കളെല്ലാം ഏല വലുതാന്ന് ഏല നീളം നമുക്ക് അറിയുന്നില്ല. അങ്ങനെ കഥകളെല്ലാം പറഞ്ഞുകൊണ്ടില്ല അമ്മ അനിയത്തി ഞാനിതന്നെ വിശ്വസിക്കൊണ്ടായത്. പിള്ളേരെ പോകുമ്പോൾ ഒരു അലമ്പാക്കിയെങ്കിലും അതൊരു പൊലിസ് തന്നെ രാവിലെ എന്നിട്ട് അങ്ങനെതാ ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ട് ചായ പിടിക്കുന്നുണ്ട്. ഇനി റിയോട് ചെല്ലുന്നുണ്ട് ഇതെന്താ റിയോ ചായക്ക് അത്ര കളറില്ലാലോ എന്ന്. പാലെന്നാക്കിയ ചായ പക്ഷേ എന്തോ ചായപ്പൊടി എപ്പോഴും കൊണ്ടുവന്നല്ല എന്നല്ല ചെല്ലുന്നുണ്ട് അതിനോട്. ചായ വെക്കുമ്പോഴേക്കില്ല നല്ല അടിപൊളി ചായപ്പൊടി കിട്ടിയെങ്കിൽ നല്ല ചായ എന്നല്ലേ. അപ്പോൾ നമ്മൾ മറ്റേ നമ്മളെ താജ്മഹലില്ലേ താജ്മഹലിൽ ചായ വെക്കണം മക്കളെ ഭയങ്കര ചായ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാസ്റ്റ് ആക്കിയിട്ടെല്ലാം അതിന് ശേഷം പിന്നെ ഉമ്മാനൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാണ്ട് ഈ പണി എന്തും ഞങ്ങൾക്കുള്ളതല്ല. ആങ്ങളെയും അനിയത്തി തന്നെ നദീ കെടുക്കൽ ഞമ്മതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊരു ഉമ്മാൻ്റെ അടുത്ത് പോയിട്ടാകുമ്പോൾ ഒരിക്കൽ ചെയ്യും. പോയിട്ട് കുറച്ച് ദിവസം നമുക്കില്ലേ ഒരു കിരക്കര ഉമ്മാനെ പോകണാഞ്ഞ് നോക്കണാഞ്ഞ് കുളിപ്പിക്കണാഞ്ഞ് ബൈക്കിടണാഞ്ഞിട്ട് നമുക്കൊരു ഓർമ്മ വന്നില്ലേ. അങ്ങനെ അപ്പം എന്താ അങ്ങ് പോയില്ല കയ്യില്ല ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ പോവാതെ ആയിട്ട്. അപ്പോൾ ഞാൻ 2 ദിവസം നിന്നിട്ട് തന്നെ വരാലിട്ട് തന്നെ പോയതാണ്. അങ്ങനെ ഉമ്മാക്കുള്ള ഓട്സ് എല്ലാം സെറ്റാക്കിയിട്ടില്ലേ. ചൂടൊന്നും ഇപ്പോൾ കഴിക്കാൻ കഴിയുന്നില്ല. ചായ ഓട്സ് എങ്ങെന്തും മെല്ലെ ചൂടെല്ലാം ആറിയതിന് ശേഷമാണ് കൊടുക്കുന്നത്. അപ്പോൾ അനിയത്തിക്ക് കേക്കിൻ്റെ ഓർഡറും ഉണ്ട്. പിന്നെ ഓളെ മച്ചുഞ്ചിൻ്റെ മോളുള്ള മങ്ങലുണ്ട്. എന്നിട്ട് ഓളെ അതിനുള്ള സെറ്റെല്ലാം ആക്കിയിട്ട് പുഡിങ്ങും കേക്കെല്ലാം ആക്കിയിട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് പണിയെല്ലാം രാവിലെ എടുത്തിട്ട് ഓള് പോകാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഞാനുണ്ടല്ലോ ഞാൻ പോയിട്ട് വരുന്ന ഓള് വേഗം പോയിട്ട് വരുന്നാലിട്ട് അതിനുള്ള സെറ്റെല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ അണിച്ചിട്ടില്ലേ ആ ഒരു പുറത്തെല്ലാം ഒന്ന് പോയിട്ട് നോക്കിയില്ല ഞങ്ങൾക്കൊരു സമാധാനമാവില്ല. എനിക്കിങ്ങനെ രാവിലെ അടിച്ചിട്ട് ഒന്ന് മുറ്റത്തും പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടക്കണം. ഒരു നല്ലൊരു നല്ലൊരു സമാധാനമാണ് ഉള്ളിൽ തന്നെ നിൽക്കുന്നതിനാട്ടി. കുറേ സേപ്പ് ഞാൻ നേരെ നിൽക്കാൻ പോകാതെ അങ്ങനെ ഞാൻ എന്തെങ്കിലും മാറ്റം ഉണ്ടാ നമ്മളെ ക്വാർട്ടേഴ്സിനെല്ലാം എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നില്ല. നമ്മളെ കുറിച്ച് പുറത്ത് തന്നെയാണ് ക്വാർട്ടേഴ്സ് നമ്മളെ ബാക്ക് സൈഡ്. അപ്പോൾ എല്ലാം നോക്കുന്നുണ്ട്. നമ്മളെ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ പുര കെട്ടിയത്. ഫസ്റ്റ് ആ കൊട്ടുമ്പോൾ വിചാരിച്ചുകൊണ്ടേ സ്ഥലേ ഇല്ല തിരിയാനും പറയാനും സ്ഥലം ഉണ്ടാവില്ല ഏടെ പുര കെട്ടുന്ന വിചാരിച്ചുകൊണ്ടായി. പക്ഷെ മാഷാള്ള കെട്ടിയിട്ട് പണിയെല്ലാം കഴിഞ്ഞിട്ട് കമ്പൗണ്ടെല്ലാം കെട്ടി നല്ല ജെല്ലിയെല്ലാം ഇട്ടിട്ട് സെറ്റായിട്ടാകുമ്പില്ലേതാ മാഷാള്ള മുറ്റത്ത് നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു 5-6 വണ്ടി നിൽക്കാനുള്ള ഗ്യാപ്പ് നല്ല വാങ്ങലുണ്ട്. പിന്നെ ആ കിണറെല്ലാം വലുതുണ്ടായി മുമ്പ് അതിനെല്ലാം ഞങ്ങളെ ചെറുതാക്കിയിട്ടില്ല നല്ല കുഞ്ഞ് കിണറാക്കിയിട്ട് മാറ്റീന്. ആ കൊട്ടിലപ്പുറത്ത് ഇതാണ് ഇവിടെ ഷോപ്പാണ് നമ്മളുള്ളത്. അപ്പോൾ ആടെയും കമ്പൗണ്ട് ഇപ്പുറത്തെയും കമ്പൗണ്ടെല്ലാം കെട്ടിയിട്ട് ബന്ധാക്കിയിട്ടാകുമ്പോൾ നല്ല സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ. ഒരു 5-6 വണ്ടി നമ്മളെല്ലാവരും വണ്ടി നിർത്താനുള്ള സ്പേസും അവിടെ ഉണ്ട്. അങ്ങനെ മാഷാള്ള അങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ നമ്മൾ നേരെ ഉള്ളിലോട്ട് പോയി. അപ്പോൾ ഇനി നമുക്ക്
ഇവിടെ മോരാ നാട്ടിലില്ലേ ആളെന്നെ നമ്മളെ കൊടിയമ്മ പോലല്ല ആൾ വരുന്ന തന്നെ കൂടുതലായിട്ടും ഒരു വൈകുന്നേരമായെങ്കിൽ രാവിലെ ഉച്ച എന്നിട്ടില്ല എപ്പോഴും ആളും പക്ഷെ അത് നല്ല പൊലിസുണ്ട് മോരാന്നില്ലെങ്കിൽ ഒരു പൊലിസിൻ്റെ തന്നെ നാട് ഒരു കിരക്കരാവാത്ത നാട് ടൈമില്ല കിരക്കരാക്കാനവിടെ അങ്ങനെ പിള്ളേരെല്ലാം നല്ല കളിയിലും ബിസിത്തിലെല്ലാം ഉണ്ട് ഞാനും അനിയത്തും ബേ ക്ലീൻ ആക്കിയിട്ടായിട്ട് നമുക്ക് ഇരുന്നിട്ട് ബിസിയാക്കാം എന്നിട്ടായിട്ട് ഞാൻ ബേ പോകുന്നില്ല ചിലട്ടോള് എല്ലാ പണിയെല്ലാം എത്ര ആക്കുന്നുണ്ട് അന്ന് ഞാനായിരിക്കും ഉമ്മാനെ പോലത്തെ വീഡിയോ എടുത്തിട്ടാകുമ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് കുറേ ആൾ ചോദിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്നിട്ട് കുറേ ആൾ പക്ഷേ ഈ സ്റ്റെപ്പ് കണ്ടിട്ടില്ലെങ്കിൽ തന്നെ വേണിട്ട് ആക്കിയിട്ടില്ല ഓരോ ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിട്ട് നല്ലുണ്ട് ഞാനും വിചാരിച്ചു നമ്മളെ പെരക്കല്ലെങ്കിൽ തന്നെ നല്ലതെന്ന് തുടക്കാനെല്ലാം എളുപ്പമെന്ന് പറഞ്ഞാൽ തുണി കൊണ്ടിട്ട് നീളത്തിലൊരു വലിയ വലിച്ചാൽ മതി പൊടി പിടിച്ച് അങ്ങനെ കുറേ എന്തോ വർക്കും കാര്യങ്ങളെല്ലാം ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല കാണാനും നല്ല ലുക്കുണ്ട് നല്ല കാണാൻ ഇതുള്ള എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ മോള് അനിയത്തിൻ്റെ കടയിൽ മൈലാഞ്ചി എല്ലാം ഇട്ട് കൊടുത്തിന് ഓള് മൈലാഞ്ചി ഇട്ടിട്ട് നമുക്ക് ഒരു പൂതിയായി ഞാനും ഇട്ട് കൊടുക്കും കുറേ ഞാൻ മൈലാഞ്ചി ഇടാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്നു മൈലാഞ്ചി വെക്കാതപ്പോൾ നമുക്ക് മറന്നിട്ട് പോകുന്നു അന്ന് ഞാൻ ഒരു നവാബിൻ്റെ ക്ലാസ്സിനെല്ലാം കൂടിയിട്ടുണ്ടായി അപ്പോൾ മോശമില്ല പണ്ടത്തെ ഒരു മോഡൽ അപ്പോൾ ഇങ്ങനെ വെച്ചോണ്ടെന്നെങ്കിൽ നമുക്ക് നല്ല ചേൽക്ക ഇങ്ങനെ ഭരിക്കാൻ കയ്യിൽ വരുന്നു അങ്ങനെ മൈലാഞ്ചിയെല്ലാം ഇട്ടിട്ട് അതിൻ്റെ മൊഞ്ചെല്ലാം നോക്കിയിട്ട് അതിന് ശേഷമില്ലേ കുഞ്ഞിക്ക് നല്ല ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാൽ നിറച്ച് കണ്ടല്ലേ പിള്ളേർക്ക് അങ്ങനെല്ലാം കാണുമല്ലോ ഒരു സമാധാനം അങ്ങനെ ഉറെല്ലാം ഒന്ന് സെറ്റായതിന് ശേഷമില്ലേ ഇനി നമുക്ക് കിച്ചണിലോട്ട് കയറാം കുറേ നേരമായി ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് പണിയൊന്നും ഇല്ലാണ്ട് അപ്പോൾ ഞാൻ ഉച്ചക്കയറ്റാമില്ലേ ആങ്ങളെ ചോദിക്കുന്നുണ്ട് തന്നെ കിച്ചൻ്റെ സ്പെഷ്യൽ എന്തെന്ന് സ്പെഷ്യൽ ഒന്നുമില്ല നമുക്ക് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയില്ലേ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ പായസം അങ്ങനെ എല്ലാം ആക്കിയിട്ടില്ലേ ഉച്ചയ്ക്ക് നമുക്ക് നല്ല അടിപൊളിയില്ലേ ചോറ് കഴിക്കാത്തില്ലേ നെയ്ച്ചോറെല്ലാം റെഡി ആകുന്നുണ്ട് ചിക്കൻ കറി വെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ എല്ലാം പണി ഞാനെടുക്കും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഫുഡിൻ്റെ എല്ലാം ഇഷ്ടം അപ്പോൾ അതിലേക്കുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കി തരും അനിയത്തിമാരായെങ്കും ആങ്ങളിനോളായെങ്കും ആരായെങ്കും നമുക്ക് മുറിച്ചിട്ട് അതിനെ കയറ്റ് ആടുള്ള പാത്രമെല്ലാം ക്ലീൻ ആക്കിയിട്ട് എല്ലാം തരും ഞാനിങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് അതിനൊന്ന് റെഡിയാക്കി കൊടുത്താൽ മതി അതന്നെ അവർക്ക് നല്ല സന്തോഷമാണ് അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ അല്ല ഒരു പൊളിച്ച പോലത്തെ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഒരു മസാല എല്ലാം ആയിട്ട് അതിലേക്ക് ഞാൻ എല്ലാം ഒന്ന് ബന്ധിട്ടതിന് ശേഷമില്ലേ പിന്നെ ഫ്രഷ് ഉള്ളിയിൽ മസാല ആവാത്ത ഫ്രഷ് ഉള്ളിയും കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് പിന്നെ തീ ഓഫാക്കി ഇങ്ങനെ ആയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഉപ്പും പുളിയും എരിവെല്ലാം പിടിച്ചിട്ട് ഇതിൻ്റെ റെസിപ്പി വേണം നിങ്ങൾക്ക് കമൻറ്റാക്കാം ഞാൻ ഒരു ദിവസം റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ചിക്കൻ ഫ്രൈ റെഡിയായി അപ്പുറത്തെ ചിക്കൻ കറിയും റെഡിയാകുന്നുണ്ട് പിന്നെ നെയ്ച്ചോറ് സെറ്റാക്കിയിട്ട് അതിന് ശേഷം നെയ്ച്ചോറ് ഞാൻ റൈസ് കുക്കറിലാണ് വെച്ചിരുന്നത് ആവാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിൽ എന്ത് പണിയില്ല വെക്കാനറിയാം പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷമില്ലേ സാധാ കുക്കറിൽ നമ്മൾ നെയ്ച്ചോറിൻ്റെ ചട്ടിയില്ലേ അതിലേക്കുള്ള മസാല എല്ലാം ഇട്ടിട്ട് അതിന് ശേഷം അരി ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടായിട്ടില്ലേ ചൂട് വെള്ളം കൂടി തിളക്കുമ്പോൾ കൊണ്ടിട്ട് റൈസ് കുക്കറിനുള്ളിൽ വെക്കാം ഒരു 10 കാമണിക്കൂർ എത്ര തന്നെ കാമണിക്കൂറിനുള്ളിൽ സെറ്റായിട്ട് കിട്ടുന്നു ചോറ് പിള്ളേരെല്ലാം കളിയെല്ലാം കഴിഞ്ഞിട്ട് പച്ചിട്ട് വന്നിന് ചോറ് അതിനാന്ന് ഇട്ടിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മസാല അടിപൊളിയിൽ ചൊറിയിക്കുന്നുണ്ട് ആ മസാല ടേബിളൊന്നിച്ചിരുന്നിട്ട് ആ വയ്ക്കുമ്പോഴുള്ള ഒരു ഒരു മജയില്ല അതൊരു വേറെ തന്നെയല്ലേ എല്ലാവർക്കും കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് ഞാനും പിള്ളേരും മാങ്ങളുടെ ഓളുണ്ട് പിന്നെ അനിയത്തിയുണ്ട് അനിയത്തിൻ്റെ മക്കളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഉമ്മാക്ക് ഇതൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല എന്തെല്ലാം ഉമ്മ നീണ്ട് കിടത്തത്തിലായിട്ടുണ്ടെങ്കിലും കിടന്നേരത്ത് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടേ പക്ഷേ ഇപ്പം എന്തും കഴിക്കാൻ കഴിയുന്നില്ല വെറും ഓട്സ് അല്ലെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസ് ആക്കിയിട്ടല്ലോ അതിൽ കൂട്ടുന്നല്ലാണ്ടില്ലേ നേരെയുള്ള ഫുഡൊന്നും കഴിക്കാൻ കഴിയുന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും ഉമ്മാൻ്റെ തന്നെ ഓർമ്മ നേരെ തിന്നുകൊണ്ടായല്ലേ ബേജാറാണ് നമുക്ക് തിന്നുമ്പോഴേക്കും ഉമ്മാനെ വിചാരിച്ചിട്ട് ഉമ്മക്ക് ഐസ്ക്രീം ലൈസ് ചോക്ലേറ്റ് അല്ലെങ്കിൽ എന്തോ ഒരിഷ്ടം ഈ മധുരമെല്ലാം ഭയങ്കര ഇഷ്ടം പക്ഷെ അത് ഷുഗർ അങ്ങനത്തെ ഒന്നുമില്ല എന്നാലും നല്ല മധുരമെല്ലാം ഇഷ്ടമായിട്ടില്ലേ ഞങ്ങൾ പിള്ളേറാട്ടി ഞങ്ങൾ ഉമ്മക്കാന്ന് കൊണ്ടെടുക്കല്ലേ ഉമ്മക്ക ചോക്ലേറ്റ് ഉമ്മക്കത് ഉമ്മാക്കി തിന്നിട്ട് അങ്ങനെ രാത്രി ആയിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഉണ്ടെന്ന് അറിയുമ്പോൾ ഇല്ലേ ഏട്ടത്തിമാറും അനിയത്തിമാരും എല്ലാവരും വരും ഒരിക്കും അങ്ങനെ എൻ്റെ മോനും ഏട്ടത്തിൻ്റെ മോനെല്ലാം വർക്കിൻ്റെ തിരക്കിലുണ്ട് അവരെ വീഡിയോ ഷൂട്ടിൻ്റെ അങ്ങനെ അതാടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാം രാത്രി വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും പോയതിന് ശേഷം ഇല്ലേ ഈ ഒരാളല്ലേ ഏകദേശം ഉറങ്ങുമ്പോൾ 1 മണി 2 മണി എന്നാളെല്ലാം വന്നിട്ട് നമ്മളെ ഉപ്പാൻ്റെ നാടും ഉമ്മാൻ്റെ നാടും എല്ലാം മൊഗ്രാൽ തന്നെയാണ് അപ്പോൾ മൊഗ്രാൽ നമുക്ക് എന്തോ ഒരു ഇഷ്ടപ്പണ്ടേ പക്ഷെ പണ്ട് ഞാൻ അതിന് പുറപാടാന്ന് ആടെല്ലാം വിറ്റിട്ടതിന് ശേഷം മോരാൾക്ക് തന്നെ വന്നിട്ടിരുന്നു ഇപ്പം മോരാലിടായതിനു ശേഷം ഇല്ലേ ആളെന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതെല്ലാം അപ്പോൾ നല്ല പാങ്ങാണ് ഞാൻ മല പോയെങ്കിലേ ആരായെങ്കിലും വരാണ്ടിരിക്കല
അളപ്പ മക്കള് മുത്തമ്മ മുത്തമ്മൻ്റെ മക്കള് മരിയക്കളായെങ്കും ആരെങ്കിലും ഒന്നുണ്ടെന്ന് അപ്പം നമുക്കൊരു എന്തോ ഒരു പാങ്ങന്നെ. വൈകുന്നേരം ചായ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കില്ലേ അനിയത്തിൻ്റെ മച്ചുഞ്ചിൻ്റെ അരുതോ തോട്ടിൽ കെട്ടിയതിൻ്റെ ഇല്ലേ കുറേ കൊല്ലത്തെ പെറ്റേന്നല്ല ചെല്ലിട്ട് അതിൻ്റെ കഥ പറഞ്ഞോളതാ മാഷാ അതെല്ലാം ഉണ്ട് സംഭവങ്ങളെല്ലാം. ചോക്ലേറ്റും ബിസ്ക്കറ്റും ഫ്രൂട്ടിയും പിന്നെ ബീഫ് പിന്നെന്താ അങ്ങനത്തെ എല്ലാം ഉണ്ട്. അതെല്ലാം പിള്ളേരെ കഴിക്കുന്നുണ്ട്. അതിനുശേഷം മൈലാഞ്ചി നല്ല വാങ്ങല ചോന്നിന്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സോപ്പിടുന്നുണ്ട്. സമ്മാനമുണ്ട് നീ മൈലാഞ്ചി ചോക്കോളം വെച്ചേനെന്നല്ല ചെല്ലിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മളെ പാത്രങ്ങളെല്ലാം നോക്കാൻ വന്നിട്ടുണ്ട്. അതിനുള്ള പണ്ടോറെല്ലാം വന്നിട്ടാകുമ്പോൾ അങ്ങനെ കണ്ടവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഇത് കാണാൻ നല്ല ക്യൂട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കുറേ സാധനം ഉണ്ട്. അതിനെല്ലാം മാഷാ സ്റ്റോക്ക് ഔട്ടായിട്ട് ഇപ്പോൾ ഒരു 5-6 പീസ് അങ്ങനെ എന്തോ ഉണ്ട്. ഈ 6-ൻ്റെതൊരു 6 പീസും പിന്നെ 4-ൻ്റെതൊരു 6 പീസ് അങ്ങനെ എന്തോ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ ഉമ്മാക്കുള്ള സംഭവങ്ങളെല്ലാം ഇതെല്ലാം ഇത് കഥ എന്താ അറിയോ, ഉമ്മാൻ്റെ ഗുളിക അതിനെ പൊടിയാക്കിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് വെക്കൽ. അപ്പോൾ അതിനെ നല്ല അങ്ങനെ പൊടിച്ചിട്ട് എല്ലാം ഒന്നിച്ചിട്ട് ഇട്ടിട്ടില്ലേ ഒരു ടിന്നിലിട്ടിട്ട് വെച്ചാൽ നമുക്ക് എളുപ്പമാണ് ഡ്രസ്സിങ് എല്ലാം ആക്കുമ്പോഴേക്ക്. അങ്ങനെ ഇതാ ഫുള്ളൊന്ന് കുത്തിയിട്ട് പൊടിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ നല്ല ഭയങ്കര മുട്ടിയിൽ പൊടിയാക്കുമ്പോൾ തന്നെ പൊടിയായിട്ട് വരുന്നത് ഫൈനായിട്ട്. അങ്ങനെ അതിനൊരു ടിന്നിലിട്ട് വെച്ചിട്ടില്ലേ ഇത് ഇങ്ങനെ ഇട്ട് വെച്ചെങ്കിൽ നമുക്ക് ഡ്രസ്സിങ് എല്ലാം ആക്കുമ്പോൾ ഉപ്പാന്ന് ബേമ്പി അതിനിട്ട് ഇടാൻ. അങ്ങനെ ഉമ്മാനെ കുളിപ്പിക്കലും ഫ്രഷാക്കലും എല്ലാം കഴിഞ്ഞിട്ട് അതിന് ശരി. പിന്നെ രാത്രി പിന്നെ ഉമ്മാരുടെ എത്തിയ ഒരു സ്പെഷ്യൽ മടിയല്ലേ. അപ്പോൾ ഞാൻ റിയോടെ ഇനി ഫുഡ് ആക്കാനും നമുക്ക് കിച്ചണിൽ പോകണ്ട ഓർഡർ ആക്കാൻ നിന്നിട്ടില്ലേ. അങ്ങനെ ബീഫ് കറിയും ചിക്കൻ കറിയും പൊറോട്ടയും പിന്നെ നല്ല കോക്ടെയിലെല്ലാം കഴിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഷെയർ ആക്കിയിട്ട് നല്ല വാങ്ങണ്ട്. അങ്ങനെ കഴിച്ചിട്ടതിന് ശേഷം പിന്നെ എന്താക്കിപ്പോൾ പിന്നെ അനിയത്തിക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടായി. ഈ വിഷയത്തിൻ്റെ ഇടയിൽ തന്നെ ഓള് മച്ചുഞ്ചിനടെ പോയിട്ട് വന്ന് പിന്നെ ഞാൻ ഇപ്പോൾ 3 ദിവസം ഉണ്ടായിനവിടെ. ഈ 3 ദിവസത്തെ വിശേഷം ഒരേ വീഡിയോയിൽ കാണിക്കുന്ന പറഞ്ഞാൽ ഇനി 3 ദിവസം വേറെ രണ്ടേ മെനായി അങ്ങനെ. അപ്പോൾ അത് അനിയത്തിക്ക് പിന്നെ കുറച്ച് കേക്കിൻ്റെ ഓർഡറെല്ലാം ഉണ്ടായി. മാഷാ അത് നല്ല അടിപൊളി കേക്ക് ആക്കുന്നുള്ള പറഞ്ഞാൽ ഹിനു ബേക്ക് എന്നിട്ടല്ലേ ഇൻസ്റ്റാളിൽ നോക്കി നിങ്ങൾ കാണും. പിന്നെ ഓർഡർ ആക്കുന്നെങ്കിൽ കമൻ്റ് ചെയ്യുക. നല്ല നല്ല കേക്കാണ്. മൊഗ്രാലിൽ തന്നെയാണ് അവൾ ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഓർഡറും ഉണ്ടാകുന്നു ഡെയിലി 2 ടയർ 3 ടയർ 4 ടയർ എല്ലാം. അങ്ങനെ അപ്പോൾ ഇന്ന് 2-3 സിംഗിൾ കേക്കെന്ന് തോന്നുന്നുണ്ട്. അതിനത് 3 എണ്ണം ഉണ്ടെന്ന് പറയുന്നുണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം രാത്രി ഏകദേശം ഒരു 11 മണി അതിനപ്പോൾ അളപ്പാവും അളമാവും മക്കളെല്ലാം വന്നിട്ടുണ്ട്. ഉമ്മാനെ നോക്കാൻ ഞമ്മെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ബിസിയാക്കാൻ അതിന് ബിസിയാക്കിയിട്ടാകുമ്പോൾ നമ്മളെ പാത്രമെല്ലാം സ്റ്റോക്ക് വന്നത് വണ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടായി. നമ്മൾ പൊരിക്ക് പോയിട്ടുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ വണ്ടിയിൽ തന്നെ ഉണ്ടായി. അപ്പോൾ അളമാണ്ടെല്ലാം നോക്കുന്നുണ്ട്. എന്നിട്ട് ഓരോന്ന് നോക്കിയിട്ട് ഇങ്ങനെ വിഷം പറഞ്ഞുകൊണ്ട് ഓരോന്ന് എടുക്കലാന്ന് പറഞ്ഞാൽ ഈ പാത്രം കണ്ടെങ്കിൽ ആരും ഒന്ന് എടുത്തോ നല്ല കാണാൻ അത്രയ്ക്ക് ക്യൂട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് എന്താ മാറ്റിയേക്കണമെന്ന് വിചാരിച്ചിന്. ഇപ്പോൾ ഫസ്റ്റത്തെ സ്റ്റോക്കിൽ ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, രണ്ടാമത്തേലും എടുക്കാൻ കഴിഞ്ഞില്ല. ഇതിലെന്താ മാറ്റിയേക്കണമെന്ന് വിരിച്ചിട്ടുണ്ട്. ഒന്നെങ്കിലും പാത്രങ്ങളല്ലേ നമുക്ക് എത്ര ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് അതൊരു എന്താ തേയിലല്ലേ എന്തോ ഒരു പാങ്ങനെ പിന്നെയും അതിനെ മെയിറ്റ് വെക്കാൻ. പക്ഷെ മെയിറ്റ് ഞാൻ സോക്കേസിൽ നോക്കിയലില്ല. എനിക്ക് എല്ലാം യൂസ് ആക്കണം. എനിക്ക് 2 വട്ടം എടുത്തിട്ട് പിടിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ പിന്നെ സോക്കേസിൽ വെക്കൽ. പുതിയതായിട്ട് ഗസ്റ്റിനെ നല്ല മാറ്റിയേക്കുന്ന പരിപാടിയേ എനിക്കില്ല. അന്നുമില്ല ഇന്നുമില്ല. മരിച്ചങ്ങ് പോയില്ല നമ്മൾ ആസ വയ്ക്കയില്ലേ. ഇപ്പോൾ എല്ലാം അങ്ങനെ തന്നെ വരണോ. അപ്പോൾ ഇതാ അവൾക്ക് പിന്നെ കേക്കിൻ്റെ ഓർഡർ വേറെയും ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ കേക്കെല്ലാം റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അടവുമാനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വരാന്നിട്ടില്ലേ അതിൻ്റെ ഇടയിലൊന്ന് കിച്ചണിലൊക്കെ നോക്കിയത്. അപ്പോൾ പണീൻ്റെ തിരക്കിലുണ്ട്. അപ്പോൾ ഞാനല്ലേ ഇത് കാണുമ്പോൾ തലമില്ല, ഞാൻ ഓർഡർ എടുത്തിട്ട് കുറേ വന്നല്ലേ ഫ്രീയിൽ നിൽക്കാമല്ലേ. അപ്പോൾ ഇത് ഞാൻ നോക്കുന്നേയില്ലല്ലോ, ഞാൻ എല്ലാം അങ്ങോട്ട് പോയി അറിഞ്ഞു മലയിൽ തന്നെ. അപ്പോൾ ഇതാ മിൽക്ക് മേഡ് പിന്നെ ഒക്കെ ഇതുണ്ടായിന് ടെൻഡറിൻ്റെ ഓർഡറാണെന്ന് തോന്നുന്നു. ടെൻഡർ കോക്കനട്ടിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാക്കി അറിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ആയിക്കോ. പിന്നെ ഡെലിവറിയും ഉണ്ട് അടുത്തടുത്തെല്ലാം. പിന്നെ അടുക്ക് വന്നിട്ട് ഇപ്പോൾ ടൗണല്ലേ നമ്മളെ പോലെ പുളിയെടുക്കുക ഉള്ളല്ലേ. അപ്പോൾ ഞാൻ അവിടെ നല്ല ടൗണിലേക്ക് എത്തിച്ചു കൊടുക്കും കുമ്പളക്കെല്ലാം. പക്ഷേ ഇവിടെ ടൗൺ തന്നെ ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ട് ഇവിടെ തന്നെ എടുക്കും ഞാൻ അങ്ങനെ. അപ്പോൾ ഓളാട് കേക്കിൻ്റെ പണി തിരക്കിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മാക്കെല്ലാം ഒന്ന് സെറ്റാക്കി ഉമ്മാനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ട് കൊടുത്തിന്. പിന്നെ ഫുഡ് കൊടുക്കാണ്ട് ഫുഡ് ഇല്ലെങ്കിൽ എന്തോ 1 സ്പൂണ് 2 സ്പൂണ് ഓട്സ് അത്ര തന്നെ അതന്നെ കഴിക്കാനിങ്ങനെ തൊണ്ടിൽ ഇതാകുന്നില്ല പോകുന്നില്ല. ഓയറിട്ടിട്ടാകുമ്പോഴേക്കില്ല എടുക്കുന്നിട്ടും ഇതാക്കിയിട്ട് 2-3 ദിവസത്തെ ഓയറിട്ടിട്ട് പിന്നെ പിന്നെ ഇങ്ങനെ ബൈക്ക് ഇട്ട് കൊടുക്കലാന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒയറിട്ടില്ല കിടന്നെങ്കിൽ കിടന്നേരം തന്നെ ഉണ്ടെങ്കിലും നമുക്ക്
ഒരു ഉമ്മ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. പ്രശ്നമില്ല, കിടന്നിട്ടില്ലേ നമ്മൾ ഇങ്ങനെ ചെല്ലലാന്ന് എന്തായെങ്കിൽ അവിടെ കിടന്നിട്ടുണ്ടോ നമുക്ക് ഉമ്മ എന്നിട്ട് ഒന്നും ഉണ്ടല്ലോ എന്നിട്ട് അതൊരു ഉമ്മ ഇല്ലാങ്ക ഒരു വേറെ തന്നെ ഒരു ഫീലല്ലേ. പണ്ടല്ലേ ഞങ്ങൾ ഉമ്മ പള്ളിയുടെ നല്ല പോയിട്ട് നമുക്ക് ഉമ്മാൻ്റെ ഒരു നല്ല നല്ല റെസിപ്പി ഉണ്ട്. വെച്ച് മിക്സ് പച്ചക്കറി, നല്ല മീൻകറീൻ്റെ ചാറ്, ഒരു മുളക് ഇട്ടതെല്ലാം ഇല്ലേ, അയക്കൂറ മുളക് ഇട്ടതെല്ലാം എന്തോ ഒരു ടേസ്റ്റ്. മിക്സ് പച്ചക്കറി, ഉപ്പൊക്കെ പണ്ട് ചപ്പാത്തി തന്നെ അധികം നല്ല ചൂട് ചപ്പാത്തി, ചൂട് വെജ് കറി, ഉപ്പൊക്കെ നാളിൽ 3 നേരം 3 കറിയാണ്. ഉച്ചക്കത്തത് രാത്രി കൂട്ടല, രാത്രിക്കത്തത് രാവിലെ കൂട്ടല. അങ്ങനെയാണ് ഉപ്പാൻ്റെ എല്ലാ റൊട്ടീൻ ഉണ്ടായിരുന്നത്. അതെല്ലാം എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുത്തോണ്ടേനും. ഇപ്പം ഞങ്ങൾക്ക് കിടന്നിട്ട് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ടെൻഷനാക്കുന്നത് പണ്ട് എത്ര പണിയെടുത്ത് ഉമ്മ എന്നിട്ട്. ഇപ്പം നമ്മളെ വിചാരിക്കുന്നത് അങ്ങനെ ഒരു കാലമാകുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ആകുന്നത്. ഇപ്പം ഉമ്മാനെ മഷാല നോക്കാൻ ഇത്ര എല്ലാ മക്കളുണ്ട്, ഞങ്ങൾ 5-6 പെണ്ണക്കളില്ലേ. നമ്മളെല്ലാം അവസ്ഥ പഠിച്ചവന് കാക്കട്ടില്ല അറിയില്ലേ വിചാരിക്കുമ്പോൾ തന്നെ ഇതാണ്. എന്നാലും എന്തെങ്കിലും ഒരു നല്ല പ്രായമുണ്ട്, ഒരു വയസ്സുണ്ട്, ഒരു കയ്യാതുണ്ട്, ഒരു കടുത്തത്തിലുണ്ട് അല്ലേ, എല്ലാവർക്കും ഉള്ളത് തന്നെയല്ലേ എല്ലാവരും സംഭവം. അപ്പോൾ വിചാരിക്കും ഭയങ്കര എന്തോ ഒരു പോലാണ്. എല്ലാവരും ഉമ്മമാർക്കും ആയുസ്സും ഹാഫിയത്തും ആരോഗ്യം കൊടുക്കട്ടല്ല. ഉമ്മ പറയുന്നു, ഉമ്മക്ക് ഓർമ്മശക്തി അങ്ങനെ എന്ത് പോയിട്ടില്ല, എല്ലാം അറിയുന്നു വന്നവരെല്ലാം അറിയാം. പക്ഷെ ഉമ്മ പറയുന്നതായിരിക്കും കേൾക്കുന്നില്ല, മെല്ലായിട്ട് സൗണ്ട്. എന്നാലും നമുക്ക് അവിടെ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ നമുക്ക് നമ്മളോട് വിഷയം പറയാൻ എന്ത് കഴിയുന്നില്ല. ഞമ്മടെ അടുത്ത് ഇരുന്നിട്ടാകുമ്പോൾ ഒരു സമാധാനം നമുക്ക്. ഞമ്മടെ ഇരുന്നിട്ട് ബിസിയാക്കുമ്പോഴല്ല ഇപ്പം ഞാൻ എന്താക്കുന്നത് എല്ലാവരും ഒന്നിച്ച് കൂടുമ്പോൾ ഇല്ലേ ഉമ്മാൻ്റെ ആടെ തന്നെ തായും മിത്തിയും അടിയടിയായിട്ട് ഇരിക്കല ഉറങ്ങല ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ഈ ബാക്ക് കിടന്ന് വെള്ളത്തിൻ്റെ ബെഡെല്ലാം ഇട്ട് കൊടുത്തിന്. ഇതാന്ന് AC അങ്ങനെ ബന്ധാക്കലയിൽ ഭയങ്കര ചൂടല്ലേ, പുറമെല്ലാം ഇങ്ങനെ പൊള്ളിയ പോലെ ഉണ്ടാകുന്നു ചൂടെടുത്തിട്ട്. ഞമ്മിങ്ങനെ ഉമ്മക്ക് തിരിയാനോ മറിയാനോ എന്ത് കഴിയുന്നില്ല. ഞമ്മിങ്ങനെ തിരിച്ചിട്ട് നോക്കുമ്പില്ലേ ഇങ്ങനെ ബന്ധ പോലെ ഉണ്ടാകുന്നു ബാക്കെല്ലാം. അപ്പോൾ AC ഇട്ടിട്ടുണ്ടോണ്ട് പക്ഷേ അത് പെരുസ് നല്ല കുറവുണ്ട്, എന്തോ ഇതാകുന്നില്ല അത്ര. അങ്ങനെ ഉമ്മനെ സെറ്റാക്കിയിട്ടെല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ ഉമ്മ ഇത്ര മെലിഞ്ഞിട്ടൊന്നുമല്ല, തടിച്ച് നല്ലൊരു സുന്ദരി ഉമ്മഞ്ഞി ഇങ്ങനെ തന്നെ പോലത്തെ ഒന്നല്ലേ ഉമ്മ, ഒരു വേറെ നല്ല വെളുത്തിട്ട് ചേരുള്ള ഉമ്മഞ്ഞി. ഇപ്പോൾ പക്ഷേ കിടന്നേരം തന്നെ ആയിട്ടില്ല, മെല്ലിട്ട് ഇപ്പം ഇങ്ങനെ ഉമ്മനെ നോക്കാൻ വന്നവർക്കല്ലേ അന്ന് കണ്ടോറ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും കാണാത്തവർ വരുന്നില്ലേ, അവർക്കെല്ലാം ഇങ്ങനെ അത്ഭുതമാണ് കണ്ടിട്ട്. ഞാൻ പണ്ടത്തെ ഭയങ്കര ഇഷ്ടം നമ്മളെ ഫാമിലി ആയെങ്കും ഞങ്ങളെ മുമ്പത്തെ അയൽവാസികൾ ആരായെങ്കും എന്തോ ഒരു ബിസാഞ്ഞു ഉമ്മാനെ. ഇപ്പോൾ കാണുന്നവരില്ലേ എന്തോ ഒരു അത്ഭുതം പോലെ കാണുന്നവർക്ക്. നമുക്ക് തന്നെ കാണുമ്പോൾ വിചാറാണ്. പക്ഷെ ഓറില്ലേ കണ്ടിട്ട് കരിയാതെ പോയോറില്ല, ഞാൻ അത്രയ്ക്ക് ടെൻഷനാണ് ഒരാൾക്ക് കണ്ടിട്ടാകുമ്പോൾ. അത്ര മാറ്റമായിരുന്നു ഉമ്മ മെലിഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അനിയത്തിൻ്റെ ക്രീം വന്നിട്ടുണ്ട് കേക്കിൻ്റെ. അപ്പോൾ അവളിങ്ങനെ ബൾക്കായിട്ട് മേങ്ങല. അത് മുമ്പ് ഞാനും ഇങ്ങനെ എടുത്തോണ്ട് അതിനെ ഫുള്ളൊരു ബോക്സ് എടുത്തെങ്കിൽ നമുക്ക് ഓർഡറെല്ലാം ഉണ്ടാകുമ്പോൾ എളുപ്പമാണ് അത് ഇതാക്കാൻ പാപ്പം മേങ്ങുന്നതിന്. പക്ഷെ ഇപ്പം ഞാൻ കേക്കിൻ്റെ ഓർഡർ അധികം കിട്ടി അവൾക്ക് തന്നെയാണ് കൊടുക്കൽ. നമുക്ക് ഈ വേറെല്ലാം ഓർഡർ ഉണ്ടാകുന്നില്ല, അങ്ങനെ അവൾ തന്നെ സെറ്റാക്കിയിട്ട് എടുക്കുന്നു. അങ്ങനെ ഇതാ ക്രീമെല്ലാം മസാല വന്നിട്ടുണ്ട്. ഫിയോന തന്നെയാണ് യൂസ് ആക്കൽ. ഇപ്പോൾ വേറെ ഇതെല്ലാം ക്രീം റിച്ചിൻ്റെ അത് മറ്റേതെന്താ മറിച്ചത് അതെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് നല്ലൊരു സെറ്റാണ് ഈ ഫിയോന തന്നെയാണ്. അങ്ങനെ കേക്കിൻ്റെ പണിയും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞങ്ങളെല്ലാം കിടന്നിട്ട് ഉറങ്ങിയിട്ടെല്ലാം അടിച്ചിട്ട് പിന്നെ വൈകുന്നേരമാണ് കിച്ചണിലോട്ട് കയറിയത്. അപ്പോൾ അവൾ ഓർഡറിൻ്റെ ഓർ വന്നു നിന്നിട്ട് അതിനോളെടുത്തിട്ട് സെറ്റാക്കിയിട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ഞമ്മ വൈകിട്ട് ചായ കുടിക്കാൻ കഴിയുമ്പോൾക്ക് പിന്നെ ഒരു ഏട്ടത്തിയും പിന്നെ ഒരു അനിയത്തിയും വന്ന് ഷെരീഫ മൊഗ്രാലല്ലേ എല്ലാവർക്കും അറിയാലോ, ഓളും പിന്നെ പിന്നെ ഒരു ഏട്ടത്തിയും വന്നു. അങ്ങനെ കുറേ ആൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബിസിനസ് ഉണ്ടാകുന്നത്. എല്ലാവർക്കും ബിസിനസ് ഉണ്ട് മാഷാ അല്ലാ. എല്ലാവർക്കും ഇല്ലെങ്കിൽ ഒരാൾക്കില്ലേ എന്തുണ്ടറിയോ, ഞാൻ ഫുഡ് ആക്കുന്നല്ലേ, റയ്യോ കേക്ക് ആക്കുന്ന ഹിനു ബേക്കൽറ്റ് ഫുള്ള് കേക്കിൻ്റെ പരിപാടി ഓക്കെ. പിന്നെ ഷെരീഫ മൊഗ്രാൽ പിന്നെ ഇൻഫ്ലുവൻസറാണ്, വീഡിയോസും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ സീനാഷുണ്ട്, സീനത്ത് ഒരേടത്തി ഓള് ഡ്രസ്സിൻ്റെ ഉണ്ട്. പിന്നെ ഇപ്പോൾ സാരീൻ്റെ എല്ലാം ചെയ്യുന്നുണ്ട്, സാരി ഉടുപ്പിക്കാനെല്ലാം പോകുന്നു. അപ്പോൾ സാരി ഉടുക്കാനായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് അയക്കാം, അവളെ നമ്പർ ഞാൻ വേണമെങ്കിൽ തരാം ഓക്കെ. പിന്നെ ബെൽക്കിയും അർഫാനും ലാസ്റ്റത്തെ അല്ലേ. അർഫാൻ ഇപ്പോൾ അക്കൗണ്ടിങ് പഠിച്ചിട്ട് അതിൻ്റെ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നല്ലൊരു ജോബ് കിട്ടിയും കൊള്ളും പോകും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ എന്താക്കുന്നത് അല്ലേ, ആണുങ്ങൾ പണി എടുക്കുന്നെങ്കിൽ പെണ്ണുങ്ങൾക്കൊരു ജോബ് ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ടൈം പാസ് തന്നെ അത് എന്തായാലും പോകണം. അപ്പോൾ അങ്ങനെ 3 ദിവസത്തെ കഴിഞ്ഞിട്ടില്ല ഞാൻ രാത്രി പരിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അനിയത്തിൻ്റെ മോളും എൻ്റെ ഒന്നിച്ചിട്ട് വന്നിന് തമ്മാനൊക്കെ ഞാനും വരുന്നിട്ട് അതിനുശേഷം നമ്മളെ വണ്ടിയുള്ള സാധനം എല്ലാം ഇറക്കുന്നുണ്ട്. കുറേ ഓർഡർ ഉണ്ടായി.
ഈ ജഗ്ഗിൻ്റെ പാത്രത്തിൻ്റെ എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലേ ഇത് ഡെലിവറി ഉണ്ട്. കുമ്പളക്കും കാസർഗോഡും ഉണ്ട്. പിന്നെ കാസർഗോഡ് വിൻടച്ചിലേക്കുള്ളത്, കുമ്പള നമ്മളെ ഷോപ്പിൽ എപ്പോഴും വെക്കുന്ന ആടെയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ജഗ്ഗ് ഏകദേശം ഒരു 2-3-4 പീസ് എന്തോ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞിന്. ഇനി ഓർഡർ കൊണ്ടുവരുന്നില്ല. നമുക്ക് പെരുന്നാളിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിലാണ്. ഇപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്ന പാട് ഇതെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയി. ഇപ്പോൾ ഏകദേശം ഒരു 6 പീസിൻ്റെത് ഒരു 5-6 ഉണ്ട്. 4 പീസിൻ്റെ ഏകദേശം ഒരു 5-6 ഉണ്ട്. പിന്നെ ജഗ്ഗ് ഒരു 4 പീസ് എന്തോ ജഗ്ഗും ഉണ്ട്. വേണ്ടിയവർ കൊണ്ടുവയ്ക്കുക. കുമ്പളക്ക് കാസർഗോഡ് ഡെലിവറിയുള്ള വിൻടച്ചിൽ കാസർഗോഡ് അങ്ങനെ. അപ്പോൾ അതാ നല്ല പാങ്ങുണ്ട് ഈ ജഗ്ഗ് കാണാൻ. ഞാനിങ്ങനെ അതിൻ്റെ മൊഞ്ച് നോക്കിയിട്ടില്ലേ, നോക്കിയിട്ട് ഇപ്പോൾ ഒന്നും എല്ലാവരും മാറ്റിയേക്കാനുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ അന്നൊരു ഓൺലൈനിൽ ഓർഡർ ആക്കി ഒരു വേറെ മോഡലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഇത് നല്ല വാങ്ങുന്നുണ്ട് കാണാൻ. അതിനേക്കാളും ഇത് ഡയമണ്ട് ഷേപ്പ് എല്ലാം ആയിട്ട്. അപ്പോൾ കുറേ ടൈം നിങ്ങളോട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല. എപ്പോഴും ഞാൻ ചെല്ലുന്ന പോലെ തന്നെ നിങ്ങളെ കമൻറ്റ് മസ്റ്റാണ്. ഒരു ഹാർട്ട് ഷേപ്പെങ്കിലും നിങ്ങൾ ഇടണം. ഓക്കെ, ലൈക്ക് കമൻറ്റ് അതെല്ലാം ഭയങ്കര മസ്റ്റാണ്. ലൈക്ക് കമൻറ്റെല്ലാം കുറേ കാണുമ്പോൾ നമുക്ക് നമ്മളെ വീഡിയോ ഇനിയും ചെയ്യാമെന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. പിന്നെ ഒരു ഇൻട്രസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ എല്ലാ സംഭവങ്ങളും എല്ലാം ആയിട്ട് വരാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.